കണ്ണേറമ്മയുടെ ഫോട്ടോയാണെന്ന് പറഞ്ഞ് ചന്ദ്രമതിയുടെ ഫോട്ടോ വിൽക്കാനെത്തുന്ന ആളുടെ കയ്യിൽ നിന്നും സുധി ആ ഫോട്ടോ മുഴുവനും വാങ്ങുന്നു. തുടർന്ന് ആ ഫോട്ടോയുമായി വീട്ടിലെത്തുന്ന സുധി ഫോട്ടോ എല്ലാവരെയും കാണിക്കുന്നതോടെ എല്ലാവരും ചന്ദ്രമതിനെ കളിയാക്കുന്നു. ഇത് കണ്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരികയും ആ ഫോട്ടോ എടുത്തെറിയുകയും ചെയ്യുന്നു. തുടർന്ന് എല്ലാത്തിനും കാരണക്കാരി നീയാണെന്നും ഈ ഫോട്ടോ ഇറക്കിയത് നീയല്ലേ എന്നും ചോദിച്ച് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുമ്പോൾ സുധിയും ചന്ദ്രമതിനെ അനുകൂലിക്കുന്നു. ഇത് കേട്ട് സച്ചിയും രവീന്ദ്രനും ചന്ദ്രമതിയോടും സുധിയോടും ദേഷ്യപ്പെടുന്നു. തുടർന്ന് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഞാനാണെന്നും അതിന് രേവതി ചേച്ചിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും വർഷ പറയുന്നു. ശേഷം അമ്മയുടെ ഫോട്ടോ നമുക്ക് ഫ്രെയിം ചെയ്ത് വിൽക്കാമെന്നും നല്ല വരുമാനം കിട്ടുമെന്നും പറഞ്ഞ് സച്ചി വീണ്ടും ചന്ദ്രമതിനെ കളിയാക്കുന്നതോടെ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് ശ്രുതിനെ കാണാനായി മീരയുടെ വീട്ടിലെത്തുന്ന അമ്മ സ്വപ്നം കണ്ടതും തുടർന്ന് ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളും ശ്രുതിയോട് പറയുമ്പോൾ ജോത്സ്യൻ പറഞ്ഞതൊന്നും വിശ്വസിക്കേണ്ടെന്നും അമ്മ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് ശ്രുതി അമ്മേനെ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് സത്യങ്ങളെല്ലാം നീയായിട്ട് തന്നെ നിന്റെ ഭർത്താവിനോടും അമ്മായിയമ്മയോടും പറയുന്ന അമ്മയോട് ശ്രുതി ദേഷ്യപ്പെടുകയും ശരിക്കും എൻ്റെ ജീവിതം തകർത്തത് അമ്മയാണെന്നും പറയുന്നു. ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തെപ്പറ്റി ഒരു ടെൻഷനുമില്ലെന്നും ഇനി എനിക്ക് നല്ല കാലമാണെന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്നും പോകുന്നു. പിന്നീട് ശ്രുതിനെ വിളിക്കുന്ന അഭിലാഷ് സാറ് സബ് ഡീലേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുത്ത വകയിൽ 10 ലക്ഷം രൂപ അക്കൗണ്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന ആനന്ദ് ഒരു വലിയ വീട് വാങ്ങുന്നതിനെ പറ്റി ശ്രുതിയോട് സംസാരിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.